ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫ്രാൻസിൽ തിരിച്ചെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്വറസ് ലൈഫിൽ നിന്ന്, അതായത് നമ്മുടെ അമ്മാച്ചോറ് അമ്മാച്ചായ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടണ സ്ഥലത്ത് നിന്ന് നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റിലായി വരുന്നു. എന്താ പറയുക, അപ്പോൾ ഇപ്പോൾ ഇവിടെ രാവിലെ 10 മണി 10:30 ആ ഒരു സമയം. എനിക്കാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം ഇന്നലെ നമ്മൾ കാനഡ വേഴ്സസ് ഖത്തർ അത് കണ്ട് കഴിഞ്ഞ് കിടന്നപ്പോൾ കുറച്ച് സമയം. പിന്നെ നമ്മൾ എനിക്കാണ് എത്തി. പിന്നെ നമ്മൾ കുറച്ച് ട്രാവലിംഗ് വരുന്നുണ്ട് ഈ ഒരു ആഴ്ചയുടെ ലാസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എന്താ പറയുക, നമ്മൾ നാട്ടിൽ പോകുന്നേക്കാളും മുന്നേ നമ്മുടെ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ പണി മുടക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ കുറച്ച് ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ ഇവിടെ നമുക്ക് പേ ചെയ്ത് വാഷിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ടുപോയി വാഷ് ചെയ്തെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ. അതൊക്കെ ഇന്ന് അടക്കി പറത്തി വെക്കണം. പിന്നെ നമുക്ക് പുറത്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഒട്ടും സമയം വേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ആക്ച്വലി തിന്നാൻ അങ്ങനെ അധികം സാധനങ്ങളൊന്നും കോഫി മാത്രമേ ഉള്ളൂ. ഇത്ര ദിവസം ഉണ്ടായിരുന്നു, പുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കോഫി മാത്രം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ വളരെയധികം കൂടുകയാണ്. 35 ഒക്കെ ആവാണ്. അതൊന്നും നമ്മൾക്കൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോയിട്ട് ഞാൻ പിമ്പിൾ പാച്ച് യൂസ് ചെയ്യാറുണ്ടായില്ല, പക്ഷെ നാട്ടിൽ പോകണേക്കാൾ മുന്നേ കാണിച്ചു. അതെനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ എനിക്കത് ഒരെണ്ണം വാങ്ങിക്കണം. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരും. പിന്നെ 2 ദിവസം മുന്നേ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് അവസാനിപ്പിക്കുന്നതാണ്. ചൂടത്തൊന്നും അയ്യോ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നേക്കാൻ നല്ല വെയിലുണ്ട്. ഇന്ന് ഇപ്പോൾ 33 ഡിഗ്രി പിന്നെ ആണ് ടെമ്പറേച്ചർ. പിന്നെ ഇന്ന് എന്താ പറയുക, ഓറഞ്ച് വാണിംഗ് ആണ്, മറ്റേ ഹൈ ടെമ്പറേച്ചർ ഓറഞ്ച് വാണിംഗ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേഗം വീട്ടിൽ പോകാൻ. കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ ടയേർഡായി പോകും. എക്സാം നമുക്ക് ഈ സ്ലീക്ക് ഹെയർ ചെയ്യുന്ന ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. മറ്റേ വാക്സിൻ്റെ സ്റ്റിക്ക് പിടിക്കുക, ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടബിലുള്ള സാധനം. അപ്പം അതും ഒരു ബ്രഷ് വാങ്ങിച്ചു. എനിക്കെല്ലാവരും അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യും. ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഇറങ്ങാം. എനിക്ക് ഒരു സ്പ്രേ സൺസ്ക്രീൻ വാങ്ങിക്കണം. കാരണം നമ്മൾ ഇവിടെ ഒന്നാമത് ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ഒന്നും സ്പ്രേ സൺസ്ക്രീൻ ഇല്ല. കണ്ടു, ഇതൊക്കെയാണ് ഉള്ളത്. പിമ്പിൾ പാച്ചാണ്. ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇത് വരണം വാങ്ങിക്കാം. നമ്മൾ വീട്ടിലേക്ക് വരാം. നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് സൺസ്ക്രീൻ വാങ്ങിക്കണം. അതിൽ ലിഡിലാണുള്ളത്. സ്പ്രേ സൺസ്ക്രീൻ അവിടെ ഉണ്ടാവും. നമുക്ക് ഈ ബസ് കാർഡ് എടുത്തിട്ട് നമുക്ക് ലിഡിലിൽ പോവാം. എൻ്റെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ്, നമ്മുടെ വീട് 3ാമത്തെ നിലയിലാണ്. ഇവിടെ ആണെങ്കിൽ ലിഫ്റ്റ് ഇല്ല. ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പാണ്, അതായത് വളഞ്ഞ് പോകുന്ന സ്റ്റെപ്പുകൾ. നമുക്ക് ലിഡിലിൽ പോവാം. നമ്മുടെ ബസ് ഇപ്പോൾ നമ്മൾ പയ്യെ നിന്ന് കഴിഞ്ഞാൽ സാധനം ഞാൻ അടിച്ചു. നല്ല സാധനം കേട്ടോ, നല്ല സാധനം. ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടുന്ന് സൺസ്ക്രീൻ എടുക്കണം, പിന്നെ സബോള വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ സവോള. അതിന് എത്ര 95. ആൻഡ് ഇതാണ് നമ്മൾ വാങ്ങിക്കാറ്. നമുക്കിതെടുക്കാം. നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മുടെ ബസ് വരാനായിട്ട് 20 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിലത്തോടെ നിൽക്കണം. നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ട്. അത് ഇവിടെ നിന്ന് കിട്ടിയില്ല. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് വേണം. പക്ഷെ എന്ത് ചൂടാന്നറിയാം എൻ്റെ കർത്താവ്, പറയാൻ വയ്യ. മാതിരി പൊള്ളല. നാട്ടിലത്തെ ചൂടൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് എങ്ങനെ പറഞ്ഞുതരാതെ മനസ്സിലാവില്ല. കാരണം നാട്ടിലത്തെ ചൂട് നമുക്ക് കൊള്ളുമ്പോൾ അത്രയും
ചൂടുണ്ട് ശരിയാണ്, പക്ഷെ ഒരുമാതിരി പൊള്ളി എന്തൊക്കെയോ ഒരു അവസ്ഥ അവിടുത്തെ ചൂടിന്. നമ്മളിങ്ങനെ കർഫ്യൂല് പോയി വീട്ടിലെത്തി. അതിരടി ഫിലിം കണ്ടു, നല്ല ഫിലിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ ക്ലീനിങ് രാവിലെ അല്ല, ഒരു 6 മണി ആ ഒരു ടൈമായപ്പോൾ തുടങ്ങിയ ക്ലീനിങ്. അപ്പോൾ ഒരു 9 മണി 10 മണി എന്തെങ്കിലും ഉണ്ടാവും. അത്ര നേരം നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെച്ച്, പിന്നെ എന്താ പറയുക കാര്യങ്ങളൊക്കെ അടക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെന്താ, നാളേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് അടിച്ച് കരച്ചൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ കുളിക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ ഈ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്ക് എന്തെങ്കിലും സാമ്പാർ ഉണ്ടാക്കാനുള്ള എനർജി ഇല്ല. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് ദോശയും കാര്യങ്ങളൊക്കെ ഇഡ്ഡലി സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മളിപ്പോൾ സമയം ഒരു 3 മണി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവാം, ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ഹലോ അതായിരിക്കും നല്ലത്, പക്ഷേ ഇത് ഇട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തൊക്കെ മതി, കാരണം നമ്മളില്ലാണ്ട് ഒന്നും ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല. പോകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ടിപ്സ് വേണ്ടിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് ആക്ഷനിലാണ് പോകേണ്ടത്. കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്, ബസ്സിലാണ് പോകേണ്ടത്. നമുക്ക് ആക്ഷനിൽ പോയിട്ട് വരാം. നമ്മൾ ബസ് ഇറങ്ങി, നമ്മളിവിടെ വന്ന് നമുക്ക് ആക്ഷനിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. ഈ ബസ്സിലാണെങ്കിൽ എ സിയും ടാങ്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ചില ബസ്സിൽ എ സി ഇടും, എല്ലാ ബസ്സിലും ചില ബസ്സിൽ, പക്ഷേ ഈ ബസ്സിലൊന്നും ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. ഇതാണ് സ്ഥലം. ഇവിടെ ഇങ്ങനെ കുറേ കടകൾ എടുത്തു. സൺസ്ക്രീൻ ഇത് 2 ഇതൊന്നും സ്പ്രേയും പിന്നെ നോർമൽ സംഭവം. നമ്മൾ ഫുഡ് കഴിക്കാൻ ബർഗർ കിങ്ങിലാണേക്കാം. നമ്മൾ ഫുഡ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ബസ് 5 മിനിറ്റ്സിൽ വരും. ഇതുകഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ട്രാവലിംഗ് വീഡിയോസൊക്കെയാണ് വരാൻ പോണേ. പിന്നെ വേറെ ഒരാളും കൂടെ വരാനുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.